ഹായ്, ബിജോയ്സ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കറണ്ട് അഫയേഴ്സിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസിലേക്ക് പോവാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ അറ്റ് ബ്രിക്സ് സമ്മിറ്റ് റിഫ്ലെക്ട്സ് ഇന്ത്യസ് കൺസേൺസ് ഓവർ ടെററിസം ഗവേണൻസ് റിഫോംസ്. നമുക്ക് അറിയാം, കുറച്ച് ദിവസം മുമ്പ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗ് ചൈനയിൽ വെച്ച് നടന്നു, SCOയുടെ മീറ്റിംഗ്. അപ്പോൾ ആ മീറ്റിങ്ങിൽ, അത് ഡിഫൻസ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് ആയിരുന്നു SCOയുടെ. ആ മീറ്റിങ്ങിൽ ഇന്ത്യയുടെ കൺസേൺസ് അഡ്രസ്സ് ചെയ്യാൻ ആ മീറ്റിംഗ് തയ്യാറായില്ല. അതിൻ്റെ കാരണം അതിൻ്റെ അകത്ത് ചൈനയ്ക്കാണ് ഡോമിനൻസ്, പാകിസ്ഥാൻ ഒരു മെമ്പറായിട്ട് ഉണ്ടും താനും. അതുകൊണ്ട് തന്നെ പഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്ക് പോലും അതിൽ വരാതിരിക്കാൻ ചൈന വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് അതുകൊണ്ട് തന്നെ ജോയിൻറ്റ് ഡിക്ലറേഷനിൽ സൈൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അവിടെ ഒരു ജോയിൻറ്റ് ഡിക്ലറേഷൻ ഉണ്ടായതുമില്ല. പക്ഷേ ബ്രിക്സ് സമ്മിറ്റിൽ അങ്ങനെയല്ല. ഇന്ത്യയും ചൈനയും റഷ്യയും സൗത്ത് ആഫ്രിക്കയും ബ്രസീലുമാണ് പ്രധാനപ്പെട്ട മെമ്പേഴ്സ്. ബാക്കി എല്ലാവരും അതിനുശേഷം വന്നവരാണ്. അവിടെ പാകിസ്ഥാനും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു. അവിടെ പഹൽഗാമിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്കിനെ വളരെ സ്ട്രോങ് ആയിട്ട് കണ്ടം ചെയ്യുകയും ഒരു രാജ്യത്തിനെതിരെ നടക്കുന്ന എല്ലാ ടെററിസം ആക്ടിവിറ്റീസിനെ അവർ ഭയങ്കരമായിട്ട് പ്രതിരോധിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ലോകത്തിൽ ഈ പറഞ്ഞ ഓരോ ലീഡേഴ്സും ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും അവിടെ ഉണ്ടാവുകയും ചെയ്തു. അപ്പം അത് ആണ് ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ റിയോ ഡി ജനീറോയിലാണ് ഈ സമ്മിറ്റ് നടന്നത്. ഞാൻ ആദ്യം ഒരിക്കൽ പറഞ്ഞത് ബ്രസീലിയയിലാണ് ആ സമ്മിറ്റ് നടക്കുന്നത്. ഒരുപക്ഷെ ഞാൻ മുമ്പ് ഒരു ദിവസം പറഞ്ഞിട്ടുള്ളത്, അത് തെറ്റായിരുന്നു. റിയോ ഡി ജനീറോയിലാണ്. ബ്രസീലിൻ്റെ ക്യാപിറ്റലാണ്. പിന്നീട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ US ഇസ്രായേലും ഇറാനിൽ നടത്തിയ അറ്റാക്കിനെ ഇത് കണ്ടം ചെയ്തു. കാര്യം ഇറാനും ഇതിലൊരു മെമ്പറാണ്, ബ്രിക്സിലൊരു മെമ്പറാണ് ഇറാനും. അപ്പോൾ ഇറാനിലിപ്പോൾ ഇസ്രായേലും US ചേർന്നൊരു അറ്റാക്ക് നടത്തിയല്ലോ. അപ്പോൾ അതിനെയും ബ്രിക്സ് വളരെ സ്ട്രോങ് ആയിട്ട് വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പിന്നീട് നോ ചേഞ്ച് ഇൻ ഇൻസ്ട്രക്ഷൻസ് ഫോർ വോട്ടർ ലിസ്റ്റ് റിവിഷൻ ഇൻ ബീഹാർ, EC എന്നൊരു ന്യൂസ് ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. കാര്യം ബീഹാറിലെ ഇലക്ട്രൽ റോൾസ് റിവൈസ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ പലതവണ പറഞ്ഞതാണ്. അതിന് അത് യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡുമാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ബട്ട് ദ മെയിൻ ക്രിറ്റിസിസം ഹിയർ ഈസ് ഓൺലി 1 month time is not enough for a gigantic exercise of this nature, because in Bihar a lot of electorates are there as compared to Kerala. I think 2.5 times voters are there in Bihar. അപ്പോൾ കേരളത്തിലെ വോട്ടിംഗ് പോപ്പുലേഷൻ്റെയൊക്കെ 2.5-3 മടങ്ങാണ് ബീഹാറിലെ ഇലക്ഷൻ വോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇലക്ട്രൽ റോൾ റിവൈസ് ചെയ്യുന്നതിന് 1 മാസം സമയം അത്ര ഇനഫ് അല്ല എന്നുള്ളൊരു ക്രിറ്റിസിസമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. ഇന്ന് അകത്തെ പേജിൽ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ആർട്ടിക്കിളുണ്ട് കേട്ടോ. പിന്നെ താഴോട്ട് വരുമ്പോൾ 2 pressurized heavy water reactors in Gujarat built indigenously granted license to operate എന്നൊരു ന്യൂസ് കാണാം. നമുക്കൊക്കെ അറിയാം, ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ത്രസ്റ്റ് കൊടുക്കാൻ പോകുന്ന ഒരു എനർജിയാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ബിക്കോസ് ഇന്ത്യ ഈസ് ഗോയിങ് ടു ബിക്കം എ ഡെവലപ്ഡ് നേഷൻ ബൈ ദ ഇയർ ഓഫ് 2047. So by 2047 India wants to generate 100 gigawatt of power from nuclear energy. 100 gigawatt, 100 GW of power from nuclear energy. That is the aim of India government as per the latest union budget presented by Nirmala Sitharaman. അപ്പം ഈ 100 gigawatt പവർ നമ്മൾ ന്യൂക്ലിയർ പവർ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കുറേ നമ്മൾ പ്രൈവറ്റൈസേഷനൊക്കെ ഈ ഫീൽഡിൽ കൊണ്ടുവരേണ്ടി വരും. ആ പ്രൈവറ്റൈസേഷനെ കൊണ്ടുവരാൻ പോയാണ്. അപ്പോൾ നമ്മൾ സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ് എന്ന് പറയുന്ന സംഭവം ആണ് മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ചെറിയ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ്, 300 മെഗാവാട്ടൊക്കെ പവർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന. അപ്പോൾ അതല്ല ഇതിലെ ന്യൂസ്. ഈ ന്യൂസ് എന്ന് പറയുന്നത് ഗുജറാത്തിൽ കക്രപ്പാർ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ട്. കക്രപ്പാർ ഗുജറാത്തിലാണ്. കക്രപ്പാർ അവിടെ 2 700 മെഗാവാട്ടിന് 2 പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് പുതുതായിട്ടുണ്ടാക്കി. PHWR എന്ന് പറയുന്നത് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ എന്നാണ്. പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ 700 മെഗാവാട്ടിൻ്റെ. ഇത് രണ്ടിനെയും ഇപ്പോൾ കമ്മീഷൻ ചെയ്തു. അപ്പോൾ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ AERB ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള റെഗുലേറ്റർ, അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി സെക്ടറിൽ റെഗുലേറ്റർ എന്ന് പറയുക AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. AERB എന്താണ്? ഇന്ത്യക്കകത്ത് ന്യൂക്ലിയർ റിയാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേറ്ററി ബോഡിയാണ് AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB. ലോകത്തിന് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ലോകത്തിന് ഇതാണ് IAEA, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് വേൾഡിൻ്റെ
ന്യൂക്ലിയർ റെഗുലേറ്റർ വേൾഡിൻ്റെ, ഇന്ത്യക്ക് അത് AERB ആണ്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. നമ്മളുടെ ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സൊക്കെ റൺ ചെയ്യുന്നത് NPCIലാണ്, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ മെയിൻലി ഇന്ത്യയുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എല്ലാം റൺ ചെയ്യുന്നത് NPCIലാണ്, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതും അവിടെ പറയുന്നുണ്ട്. പിന്നെ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? രേഖ ഗുപ്തയാണ് ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ. രേഖ ഗുപ്ത. ഡൽഹിയുടെ ലെഫ്റ്റനൻറ്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയാണ്. ഡൽഹിയുടെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആരാണ്? വിനയ് കുമാർ സക്സേന. പിന്നെ അവിടെ വേറെ ന്യൂസ് ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അടുത്ത പേജിൽ പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജിലൊക്കെ പൊതുവേ വലിയ ന്യൂസുകളൊന്നും ഇന്നില്ല. നമുക്ക് നോക്കാം. ഇതെല്ലാം മുകളിലുള്ള ഒരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതല്ല. ഇല്ല, ഈ പേജിൽ നമുക്ക് ഒരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഡൽഹി ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസുണ്ട്. ഡൽഹി ഗവൺമെൻറ് appoints 1388 nursing officers, rolls out Ayushman Bharat vans എന്നൊരു ന്യൂസാണ്. Ayushman Bharat scheme was not there in Delhi previously because AAP ruled Delhi for around 10 years. At that time, AAP government in Delhi was at loggerheads with central government, so they were not ready to implement many of the central government's flagship schemes. Out of them, one was Ayushman Bharat scheme. You all know what is Ayushman Bharat scheme. Ayushman Bharat scheme is the world's biggest government-sponsored health insurance program, under which BPL families will get 5 lakhs ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് പെർ ഇയർ. 5 ലക്ഷത്തിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് BPL ഫാമിലീസിന് കിട്ടുന്ന പെർ ഇയർ ആണ്. ഈ 5 ലക്ഷത്തിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗവൺമെൻറ് സ്പോൺസർഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമാണ് ആയുഷ്മാൻ ഭാരത് സ്കീം. അത് ഡൽഹിയിൽ നടപ്പാക്കാതിരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും ഡൽഹിയുടെ അന്നത്തെ ഭരണം കൈയാളിരുന്ന AAPയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലമാണ്. നൗ ഡൽഹി ഈസ് ബീങ് റൂൾഡ് ബൈ BJP ഓൺലി, സോ ദാറ്റ് പ്രോബ്ലം ഗോട്ട് ഓവർ. നൗ ഡൽഹീസ് ന്യൂ ഗവൺമെൻറ് അണ്ടർ രേഖ ഗുപ്ത ഡിസൈഡഡ് ടു ഇംപ്ലിമെൻറ്റ് ആയുഷ്മാൻ ഭാരത് സ്കീം ഇൻ ഡൽഹി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോൾ വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ ആ പേജിൽ. അതിൻ്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഹിമാചൽ പ്രദേശിൽ റെയിൻ വലിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ട്. ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ ഷിംലയാണ്. ഹിമാചൽ പ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലാണ്. ഹിമാചൽ പ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ ഷിംലയാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹിമാചൽ പ്രദേശ് ഈസ് അണ്ടർ ഹെവി ഫ്ലഡ് ബിക്കോസ് ഓഫ് ദ ഹെവി റെയിൻസ്. പിന്നെ രേവന്ത് റെഡ്ഡിയുടെ പേര് ഇവിടെ ഉണ്ട്. രേവന്ത് റെഡ്ഡി ആരാണ്? തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്ററാണ് രേവന്ത് റെഡ്ഡി. തെലങ്കാനയുടെ ക്യാപിറ്റൽ ഹൈദരാബാദ് ആണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ സിദ്ധരാമയ്യയുടെ നെയിം ഇവിടെ കാണാം. സിദ്ധരാമയ്യ ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക. ദെൻ പിന്നെ ഇല്ല, വേറെ ന്യൂസൊന്നും ഇവിടെ ആവശ്യമുള്ളതല്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ you can see the photograph of Chief Justice of India B.R. Gawai, Chief Justice of India. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ കാണാം. ഹി വാസ് ഇൻ കൊച്ചി യെസ്റ്റർഡേ ഫോർ അറ്റൻഡിങ് എ ഫംഗ്ഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് അല്ലത്, വേറെ ന്യൂസാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ B.R. ഗവായി. പിന്നെ വേറൊന്നുമില്ല ആ പേജിൽ. അതിനടുത്ത പേജിൽ പോകുമ്പോഴാണ് കോമൺ ഗോൾസ്. ഇന്നത്തെ 2 എഡിറ്റോറിയൽസ് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന എഡിറ്റോറിയൽസ് മാത്രമല്ല, പൊതുവെ ഇന്ന് ഹിന്ദുവിലെ ആർട്ടിക്കിൾസും എല്ലാം എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന ആർട്ടിക്കിൾസാണ്. വലിയ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്നുള്ള ആർട്ടിക്കിൾസ് ഒന്നും അല്ല. ഓക്കെ, ആദ്യത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് കോമൺ ഗോൾസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഈ കോമൺ ഗോൾസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ബ്രിക്സ് സമ്മിറ്റിനെ കുറിച്ചാണ്. ബ്രിക്സ് സമ്മിറ്റിനെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബ്രിക്സ് സമ്മിറ്റ് ബ്രസീലിൽ വെച്ചാണ് നടന്നത്. ബ്രസീലിലെ ഏറ്റവും വലിയ സിറ്റിയായ റിയോ ഡി ജനീറോയിൽ വെച്ചാണ് ഇത് നടന്നത്. ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അറ്റൻഡ് ചെയ്തു. അദ്ദേഹം വേറെ കുറേ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് അവിടെ പോയത്. ഖാന വിസിറ്റ് ചെയ്തു, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ വിസിറ്റ് ചെയ്തു, അർജന്റീന വിസിറ്റ് ചെയ്തു. നൗ ഹി ഈസ് ഗോയിങ് ടു വിസിറ്റ് നമീബിയ ഓൾസോ ആഫ്റ്റർ ദിസ് ബ്രിക്സ് സമ്മിറ്റ് ഇൻ ബ്രസീൽ. അപ്പോൾ ഓരോ രാജ്യത്തും ബ്രിക്സ് സമ്മിറ്റിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ, അതിൽ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങളിൽ ഉള്ള ഔട്ട്റീച്ചിനെ കുറിച്ച് ഇത് പറയുന്നുണ്ട്.
അപ്പോൾ ഓരോ സ്ഥലത്ത് പോയപ്പോഴും ബയലാട്രൽ കോഓപ്പറേഷൻ, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൂടുതലും എംഫസൈസ് കൊടുത്തത്. മെയിൻലി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറാണ്. ഡെവലപ്പിംഗ് വേൾഡിൻ്റെ ഫാർമസി എന്ന് അറിയപ്പെടുന്നത് പോലും ഇന്ത്യയാണ്, ഡെവലപ്പിംഗ് വേൾഡിൻ്റെ ഫാർമസി എന്ന്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ ഇന്ത്യയുടെ ആ ഒരു സഹകരണം ആ രാജ്യങ്ങളായിട്ട് മെച്ചപ്പെടുത്താൻ തീരുമാനിക്കുന്നു. അതുപോലെ വാക്സിൻ മാനുഫാക്ചറിങ്ങിൽ വേൾഡിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയാണ്. വേൾഡിലെ ഏറ്റവും വലിയ വാക്സിൻ മാനുഫാക്ചറിങ് കമ്പനി ഇന്ത്യയുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഇന്ത്യയുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ വാക്സിൻ മാനുഫാക്ചറിങ്ങായിട്ട് ബന്ധപ്പെട്ടും ഈ പറഞ്ഞ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ സഹകരണത്തിന് ശ്രമിക്കുന്നു. ഡിജിറ്റൽ ടെക്നോളജി, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഡിജിറ്റൽ ടെക്നോളജിയിൽ നമ്മൾ വളരെ മുൻപന്തിയിലാണ്, എസ്പെഷ്യലി ഡിജിറ്റൽ പേയ്മെൻറ്റ് പോലുള്ള സെക്ടേഴ്സിൽ. പിന്നെ ഫുഡ് സെക്യൂരിറ്റി, അതുപോലെ ക്രിട്ടിക്കൽ മിനറൽസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ മിക്കവാറും എല്ലാ രാജ്യങ്ങളുമായിട്ടും മോദി പോയയിടത്തെല്ലാം ചർച്ചകൾ നടത്തിയത്, എഗ്രിമെൻറ്റ്സ് ഉണ്ടായതും. അക്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാനയുടെ ക്യാപിറ്റലാണ്. ഇന്ത്യയുടെയും ഖാനയുടെയും ട്രേഡ് ടൈസ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഖാനയുടെയും ബന്ധം കോംപ്രഹെൻസീവ് പാർട്ട്ണർഷിപ്പ് ലെവലിലേക്ക് ഉയർത്തി ഖാനയിൽ പോയിട്ട്. അപ്പോൾ കോംപ്രഹെൻസീവ് പാർട്ട്ണർഷിപ്പ് ലെവലിലേക്ക് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടുള്ള ബന്ധമാണ് ഇപ്പോഴത്തെ മോദിയുടെ യാത്രയിൽ അപ്ഗ്രേഡ് ചെയ്തതെന്ന് വെച്ചാൽ ഖാനയുമായിട്ടുള്ള ബന്ധമാണ്. അതുപോലെ ഖാനയെ വെസ്റ്റ് ആഫ്രിക്കയിലെ വാക്സിൻ ഹബ്ബാക്കാൻ ഇന്ത്യ സഹായിക്കാമെന്ന് പറഞ്ഞു. അതിനുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ട്. വാക്സിൻ മാനുഫാക്ചറിംഗിൽ ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങളിൽ, മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ വാക്സിൻ ഹബ്ബാക്കാം ഖാനയെ വെസ്റ്റ് ആഫ്രിക്കയുടെ നിന്ന് ഇന്ത്യ അവർക്ക് പ്രോമിസ് കൊടുക്കുകയാണ്. അതുപോലെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ ഇന്ത്യ ഇതുപോലെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ചില എഗ്രിമെൻറ്റുകൾ പിന്നീട് സൈൻ ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്ന് ജനറിക് മെഡിസിൻസ്, നല്ല ക്വാളിറ്റിയുള്ള ജനറിക് മെഡിസിൻസ് അക്വയർ ചെയ്യാൻ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയെ കൊണ്ട് ഇന്ത്യ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിക്കുന്നു. അതുപോലെ അർജന്റീനയുടെ ക്യാപിറ്റൽ ബ്യൂണസ് അയേഴ്സ് ആണ്, അതാണ് എഴുതിയേക്കുന്നത്. അർജന്റീനയുടെ ക്യാപിറ്റൽ അതാണ്, ബ്യൂണസ് അയേഴ്സ്. അപ്പോൾ അർജന്റീനയിലെ ക്യാപിറ്റലായ ബ്യൂണസ് അയേഴ്സിൽ അവിടുത്തെ പ്രസിഡന്റ് ജാവിയർ മിലേയി അദ്ദേഹം മീറ്റ് ചെയ്തു. അർജന്റീനയുടെ പ്രസിഡന്റ് ആരാണ്? ജാവിയർ മിലേയിയെ മീറ്റ് ചെയ്തിട്ട്, ഈ അർജന്റീനയ്ക്കുള്ള പ്രത്യേകത ക്രിട്ടിക്കൽ മിനറൽസ് ഒരുപാടുള്ള രാജ്യമാണ്. അപ്പോൾ ആ രാജ്യമായിട്ട് ക്രിട്ടിക്കൽ മിനറൽ സെക്ടറിൽ നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അതുപോലെ ഒരുപാട് ഗ്യാസും ഓയിലും ഒക്കെ ഉള്ള രാജ്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില നീക്കങ്ങളും ഇന്ത്യ നടത്തിയ രാജ്യത്തിലെ ഓയിൽ ഗ്യാസ് സെക്ടറിൽ ചില ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്താനുള്ള. പിന്നെ ആണ് ബ്രസീലിലേക്ക് പോകുന്നത്. ഇനി അതിനുശേഷം നമീബിയയിലും പോകുന്നു. അപ്പോൾ പിന്നെ ഇന്ത്യ മെയിനായിട്ട് ഈ രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യയുടെ തന്നെ ലോ കോസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഈ ഗ്ലോബൽ ചലഞ്ചസ് എന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ലോ കോസ്റ്റ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയും. അതുപോലെ ഇന്ത്യ തുടങ്ങിയ ചില ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതായത് ഗ്ലോബൽ ബയോഫ്യുവൽ അലയൻസ്. എന്താണ് ഗ്ലോബൽ ബയോഫ്യുവൽ അലയൻസ്? അതിൻ്റെ പേര് ഇതിലില്ല. അത് ഇന്ത്യ തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ്. അതുപോലെ വേറൊന്നാണ് ഇൻ്റർനാഷണൽ കോalition ഡിസാസ്റ്റർ റെസിലിയൻസ് ഇൻഫ്രാസ്ട്രക്ചർ. കോalition ഫോർ ഡിസാസ്റ്റർ റെസിലിയൻസ് ഇൻഫ്രാസ്ട്രക്ചർ. അത് ഇന്ത്യ തുടങ്ങിയ ഒരു ഗ്ലോബൽ കോഓപ്പറേഷനാണ്. അപ്പം അതിലേക്കും ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ ഇൻവോൾവ് ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടന്നുകൊണ്ട്. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഇന്ത്യക്ക് ഗ്ലോബലി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡയസ്പോരയുണ്ട്. ഡയസ്പോര എന്ന് പറയുന്നത് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആൾക്കാർ. അവരെല്ലാം ഇന്ത്യയുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറഞ്ഞ രാജ്യം എടുത്താൽ ആ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ കമല പ്രസാദ് ബിഷേസർ എന്ന് പറയുന്നത് ബീഹാറിൽ നിന്ന് അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തൊരു ഫാമിലിയിലുള്ളതാണ്. അതുപോലെ അവിടുത്തെ പ്രസിഡന്റ് ക്രിസ്റ്റീൻ കാർല കാങ്കലു എന്ന് പറയുന്നതും ഇന്ത്യൻ ഒറിജിനാണ്. അപ്പം അതെല്ലാം അങ്ങനെയുള്ള ആൾക്കാർ ഈ പറഞ്ഞ, പ്രത്യേകിച്ച് ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറഞ്ഞ രാജ്യത്തിലെ മിക്ക ആൾക്കാരും ഇന്ത്യൻ ഒറിജിനാണ്. അപ്പോൾ അങ്ങനെ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഒരു വലിയ പോപ്പുലേഷൻ ഉണ്ട്. അവരാണ് ഇന്ത്യൻ ഡയസ്പോര എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാനും ഇന്ത്യക്ക് അനുകൂലമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും പ്രേരിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള ഔട്ട്റീച്ചുകൾക്കുണ്ട്. അത് ഈ പറഞ്ഞ 5 രാജ്യങ്ങളിലേക്കുള്ള വിസിറ്റിലും ആ ഒരു ലക്ഷ്യം മുൻനിർത്തി പ്രൈം മിനിസ്റ്ററിൻ്റെ പ്രസ്താവനകളും ഒക്കെ നടത്തുന്നതായിട്ട് കാണാമായിരുന്നു. അപ്പോൾ
ഒരു സെക്കൻഡേ. എന്താ ലക്ഷ്മി, ഞാൻ ക്ലാസ് എടുക്കുകയാണല്ലോ. ഹലോ, എന്ത് പറ്റി ഇപ്പം? ഓക്കെ, ശരി. ഇപ്പം അന്നല്ലേ ഇതായിരിക്കും കറണ്ട്? എന്നാൽ ഇറങ്ങിക്കോ, കുഴപ്പമില്ല. ശരി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് എല്ലാവരും ഹിസ്റ്റോറിക് ആയിട്ടുള്ള, ഇപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്ത 5 രാജ്യങ്ങൾക്കും ഇന്ത്യയായിട്ടൊരു ഹിസ്റ്റോറിക് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങൾ മിക്കവാറും എല്ലാം ഓരോരോ കോളനീസ് ആയിരുന്നു. ഓരോരോ രാജ്യങ്ങളുടെ സ്പാനിഷ് കോളനിയോ ബ്രിട്ടീഷ് കോളനിയോ പോർച്ചുഗീസ് കോളനിയോ ഏതെങ്കിലുമൊക്കെ ആയിരുന്നു ഓരോ രാജ്യങ്ങൾ. പിന്നെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും നാമിലെ മെമ്പേഴ്സാണ്, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിലെ മെമ്പേഴ്സാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. പിന്നെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഒന്നുകിൽ ബ്രിക്സിലെ മെമ്പേഴ്സാണ്, അല്ലെങ്കിൽ ഇപ്സയിലെ മെമ്പേഴ്സാണ്. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഇപ്പം പറഞ്ഞ വേറെ 5-6 രാജ്യങ്ങൾ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്സ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്കയാണ്. അപ്പം ഈ പറഞ്ഞ ബ്രസീലൊക്കെ ഈ പറഞ്ഞ 2 ഗ്രൂപ്പുകളിലും മെമ്പറാണ്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഞാനൊന്ന് ഓടിച്ച് അതിൽ കണ്ടൻറ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പിവട്ട് എവേ എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലുണ്ട്. ആക്ച്വലി അത് യു എസിൻ്റെ എഡ്യൂക്കേഷൻ വിസ, സ്റ്റുഡൻറ്റ് വിസ ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഇപ്പം നേരിടുന്ന കുറേ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. ഇടയ്ക്ക് വെച്ച് സ്റ്റുഡൻറ്റ് വിസയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ US നിർത്തിവെച്ചായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ ഉടനെ ക്ലാസ് തുടങ്ങാറായി. അപ്പോൾ ഈ വിസ ആയിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സൊക്കെ ഇപ്പോൾ ഇനി വളരെ ഫാസ്റ്റായിട്ട് ചെയ്താൽ പോലും ഈ അപ്ലൈ ചെയ്ത പല ആൾക്കാരും ചിലപ്പോൾ ലീവ് ഔട്ട് ചെയ്യും ഈ ഒരു പ്രോസസ്സിൽ നിന്ന്. പിന്നെ ഈ ഭയങ്കര സ്ക്രൂട്ടിനിയാണ് US വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന കുട്ടികൾ നേരിടാൻ പോകുന്നത്. അപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ സ്ക്രൂട്ടിനി വരെ നടത്തിയിട്ട് ഇപ്പോൾ കൊടുക്കുകയുള്ളെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 1 മാസമായിട്ട് ഈ പറഞ്ഞ സ്റ്റുഡൻറ്റ് വിസ ആയിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂസ് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുകയായിരുന്നു. അപ്പോൾ അത് പുതിയ രീതിയിലുള്ള കുറേ സ്ക്രൂട്ടിനി ഒക്കെ കൊണ്ടുവരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത് ഫ്രീസ് ചെയ്ത് വച്ചിരുന്നത്. അപ്പോൾ അതുമാത്രമല്ല US സ്റ്റുഡൻറ്റ് വിസയായിട്ട് എടുത്ത് പോകുക എന്ന് പറയുന്ന സംഭവം ഇപ്പം ലെസ് അട്രാക്റ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. കാര്യം ഈ ഇടയ്ക്ക് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞ പരിപാടി US മുമ്പുണ്ടായിരുന്നു. അത് ഈ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന കുട്ടികൾക്ക് പിന്നീട് ഈ വർക്ക് വിസയും ഗ്രീൻ കാർഡൊന്നും ഇല്ലാതെ തന്നെ അവിടെ ജോലിയിൽ എൻഗേജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനായിരുന്നു. പക്ഷേ അതിപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പം ഈ OPT അല്ലെങ്കിൽ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ US ഈ പറഞ്ഞ സ്റ്റുഡൻറ്റ് വിസ ബേസ് ചെയ്തുള്ള മൈഗ്രേഷൻ യഥാർത്ഥത്തിൽ ലെസ് അട്രാക്റ്റീവ് ആവുമെന്നാണ് പറയുന്നത്. പിന്നെ പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുള്ള പിന്നീട് സപ്പോർട്ടൊക്കെ അവിടുത്തെ അമേരിക്കൻ ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ PhD-ക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിനെയൊക്കെ അവിടെ എടുക്കുന്നതിൻ്റെ തോത് ഒക്കെ കുറയുന്നെന്നും പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഭാവിയിൽ ഈ US ഇന്ത്യയിലെ സ്റ്റുഡൻസിന് പോകുന്നതിന് ഇതിലും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അതുപോലെ US സ്റ്റുഡൻറ്റ് വിസ പ്രോഗ്രാം എന്ന് പറയുന്നത് ലെസ് അട്രാക്റ്റീവായിട്ട് മാറും. ഇപ്പോൾ തന്നെ US പിന്നീട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അപ്ലൈ ചെയ്തിരുന്ന കുറേ കുട്ടികൾ ആണിപ്പോൾ ഈ വിസ പ്രോസസ്സിൽ കൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വരും വർഷങ്ങളിൽ ട്രംപിൻ്റെ ഈ പോളിസീസ് മൂലം US പോകാൻ സ്റ്റുഡൻസ് എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്ന് അറിയണമെങ്കിൽ നെക്സ്റ്റ് ഇയർ ആവണം എന്നൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. പിന്നെ ഇത് ന്യൂ ബാറ്റിൽ ചലഞ്ച് ഓഫ് ചൈന പാകിസ്ഥാൻ കൊളൂഷൻ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഇത് ഒരുപാട് ഇതുപോലുള്ള ആർട്ടിക്കിൾസ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് വായിക്കണോ വായിക്കേണ്ടതൊക്കെ നിങ്ങൾ തീരുമാനിക്കണ്ടേ. യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ബേസിൽ US അന്ന് എടുത്ത നിലപാടൊക്കെ നമുക്കറിയാം. ചൈനയും പാകിസ്ഥാനും
കൊളൂഡ് ചെയ്തുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്ട് ചെയ്തെന്നും അപ്പോൾ ഇനി ഏത് രീതിയിലാണ് ആ പറഞ്ഞ ചൈന പാകിസ്ഥാൻ ആക്സിസിനെ ഇന്ത്യ നേരിടേണ്ടതെന്നൊക്കെ വിശദമാക്കിക്കൊണ്ട് പല പല അനാലിസിസും പല പല റൈറ്റേഴ്സ് ഹിന്ദുവിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു റൈറ്റപ്പാണ് ഈ വന്നേക്കുന്നത്. അശോക് കെ കാന്ത എന്ന് പറഞ്ഞ ആൾ പഴയ അംബാസിഡർ ടു ചൈനയാണ്, അതുകൊണ്ട് ചൈനയെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഈ അശോക് കാന്ത. അപ്പോൾ ഫോമർ അംബാസിഡർ ടു ചൈന ഇന്ത്യയുടെ. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളായതിൻ്റെ അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഓപ്പൺലി ചൈനയ്ക്ക് പാകിസ്ഥാൻ്റെ സൈഡ് നിൽക്കാൻ പറ്റൂലായിരുന്നു. കാര്യം ചൈനയ്ക്ക് ഇന്ത്യയിലും ഒരുപാട് വ്യാപാര താല്പര്യങ്ങളുണ്ട്, ട്രേഡ് ഇൻട്രസ്റ്റുകളുണ്ട്. അവർക്ക് വലിയ ട്രേഡ് ഇന്ത്യയായിട്ട് ഉണ്ട് തന്നെ, ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ. അതൊക്കെ കൊണ്ട് ഓപ്പണായിട്ട് അവർ സൈഡ് പിടിച്ചില്ല പാകിസ്ഥാൻ്റെ. പക്ഷേ പാകിസ്ഥാൻ്റെ ഒപ്പം യുദ്ധം ചെയ്തത് ചൈനയാണെന്ന് പറയേണ്ടി വരും. കാര്യം പാകിസ്ഥാൻ്റെ 81% ആയുധങ്ങളും ചൈനയുടേതായിരുന്നു. 81% ആയുധങ്ങളും. അതുപോലെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ചൈനയുടേതായിരുന്നു. യുദ്ധവിമാനങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവർ ഉപയോഗിക്കുന്ന എല്ലാം ചൈനയുടേതായിരുന്നു. ടർക്കിയും പാകിസ്ഥാനെ സഹായിച്ചെങ്കിലും ടർക്കിയുടെ സഹായം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാമമാത്രം മാത്രമായിരുന്നു. അതുപോലെ ചൈന ഈ പാകിസ്ഥാന് ഇപ്പം ഇന്നലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി കരസേനാ മേധാവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെപ്യൂട്ടി ആർമി ചീഫ്, പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുമായിട്ട് പ്രശ്നത്തിലായപ്പോൾ ചൈന അതൊരു അവസരമായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. അവരുടെ പുതിയ പുതിയ ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ളൊരു അവസരമായിട്ട് ഉപയോഗിക്കുകയായിരുന്നാണ് പറയുന്നത്. അപ്പോൾ ആ പറഞ്ഞ പോലെ ഇന്ത്യ ഇനി കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത് ചൈനയും പാകിസ്ഥാനും കൂടെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഇപ്പം ചൈന ഓപ്പൺലി അല്ലെങ്കിലും പിന്നീട് ഇൻഡയറക്ട്ലി ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യുകയാണ് ത്രൂ സൈഡിങ് വിത്ത് പാകിസ്ഥാൻ. അപ്പോൾ ഇന്ത്യ എങ്ങനെയായിരിക്കണം ഈ ഒരു ചലഞ്ചിനെ നേരിടേണ്ടത്, അതൊക്കെയാണ് ഈ പറഞ്ഞത്. ഈ ചലഞ്ചിനെ നേരിടേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ലാസ്റ്റ് പുള്ളി പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. അതൊന്നും ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അപ്പം അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അതുമാത്രമല്ല, ഇതുപോലെയുള്ള ആർട്ടിക്കിൾസ് ഒരുപാട് ഈ പറഞ്ഞ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മാത്രമാണ്. ഇനി ഖേലോ ഭാരത് നിധി ആസ് എ ബീക്കൺ ഫോർ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്നൊരു ആർട്ടിക്കിളുണ്ട്. ഇതും സിമ്പിൾ ആർട്ടിക്കിളാണ്. കാര്യം ഇന്ത്യയുടെ ഖേലോ ഭാരത് നിധി എന്നുള്ള പേരിൽ ഒരു നാഷണൽ സ്പോർട്സ് പോളിസി വന്നിട്ടുണ്ട്. ഖേലോ ഭാരത് നിധി 2025 നാഷണൽ സ്പോർട്സ് പോളിസി. അത് എത്രത്തോളം ഇന്ത്യയിലെ ഫുട്ബോളിൻ്റെ വളർച്ചയെ സഹായിക്കും എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. ഇന്ത്യയുടെ ഫുട്ബോൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഫുട്ബോൾ കൺട്രി എന്ന് ഇന്ത്യയെ പറയേണ്ടി വരും. ഇന്ത്യക്ക് ഏതാണ്ട് 95 റാങ്ക് ഉണ്ടായിരുന്നു ഗ്ലോബലി, പക്ഷേ അതിപ്പോൾ 120 കൂടുതലായിട്ട് കുറഞ്ഞു. ലോകത്തിലെ ആകപ്പാടെ 100-200 രാജ്യങ്ങൾ ഫുട്ബോൾ കളിക്കുന്നതിൽ ഇന്ത്യയുടെ റാങ്ക് 120 മുകളിലാണ്. അപ്പോൾ എത്ര ദയനീയമാണ് ഇവിടുത്തെ ഫുട്ബോളിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. ആ ഫുട്ബോൾ അപ്പോൾ ഇന്ത്യയിൽ ഫുട്ബോൾ കൺട്രോൾ ചെയ്യുന്ന AIFF ആണ്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. AIFF എന്താണ്? ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ് കല്യാൺ ചൗബെ. ആരാണ്? കല്യാൺ ചൗബെ. അപ്പോൾ ഈ കല്യാൺ ചൗബെ ഇന്ത്യയിൽ ഇപ്പോൾ പുതുതായിട്ട് വന്ന നാഷണൽ സ്പോർട്സ് പോളിസി, അതിനെ പറഞ്ഞ വേറൊരു പേരാണ് ഖേലോ ഭാരത് നിധി. ഫുട്ബോളിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ സ്പോർട്സ് മിനിസ്റ്ററിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇന്ത്യയുടെ സ്പോർട്സ് മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യയാണ്. ഇന്ത്യയുടെ സ്പോർട്സ് മിനിസ്റ്റർ ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. ഈ മൻസുഖ് മാണ്ഡവ്യ ആണ് ഈ പറഞ്ഞ ഖേലോ ഭാരത് നിധി കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഫുട്ബോളിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു 5 പില്ലർ അപ്രോച്ചൊക്കെയാണ് ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതും ഞാനിപ്പോൾ മൊത്തം കണ്ടന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞ് എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം പറയാം. ഫുട്ബോൾ ലോകത്തിലെ പല രാജ്യങ്ങളും വളർത്തുന്നതിന് ഒരു പരിപാടി ചെയ്യുന്നതാണെന്ന് വെച്ചാൽ അവരുടെ രാജ്യത്തു നിന്ന് മറ്റ് രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ ഓരോ രാജ്യത്തിന്. ഇപ്പോൾ ഇന്ത്യക്ക് OCI എന്ന് പറയുന്നൊരു വിഭാഗം ആൾക്കാരുണ്ട്, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. ആക്ച്വലി ദേ ആർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ബട്ട് ദേ മൈഗ്രേറ്റഡ് ടു some other countries decades before, and now they are the citizens of that country. സോ ഇന്ത്യ എന്ത് ചെയ്തു? അവർക്ക് OCI എന്ന് പറയുന്നൊരു കാർഡ് കൊടുത്തു, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നൊരു കാർഡ്. പക്ഷേ ഇന്ത്യക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ആ രാജ്യത്തിൻ്റെ സിറ്റിസൺ ആയിരിക്കും. ഇപ്പോൾ അവർക്ക് ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് കാണത്തില്ല, അവരുടെ റൂട്ട്സ് ഒക്കെ ഇന്ത്യയിലായിരിക്കും. കമല പ്രസാദ് ബിസേസർ എന്ന് പറഞ്ഞ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയുടെ പ്രൈം മിനിസ്റ്ററൊക്കെ അങ്ങനെയുള്ളവരാണ്. അപ്പോൾ ഈ OCI പോപ്പുലേഷന് ഇന്ത്യയുടെ ഫുട്ബോളിന് എന്താ പറയുക
പരിപോഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്കയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഫ്രാൻസിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ബ്രിട്ടനിൽ ജീവിക്കുന്ന OCI പോപ്പുലേഷൻ ചില നല്ല ഫുട്ബോൾ പ്ലേയേഴ്സ് കാണും. അവരെ ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഈ ഫിഫയുടെ നിയമം അനുസരിച്ച് ആ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് ഹോൾഡറായിട്ടുള്ള ആളിന് മാത്രമേ ആ രാജ്യത്തിന് വേണ്ടി ഫുട്ബോൾ കളിക്കാൻ പറ്റൂ. ഈ OCI പോപ്പുലേഷൻ ഇന്ത്യയുടെ പാസ്പോർട്ട് കാണത്തില്ല. കാര്യം എന്താണ്? ഇന്ത്യയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. അപ്പോൾ അവർ താമസിക്കുന്ന രാജ്യത്തിൻ്റെ പാസ്പോർട്ടേ കാണുകയുള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് രണ്ട് രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന സംഭവം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലാത്തതുകൊണ്ട്, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഈ OCI കാർഡ് ഹോൾഡേഴ്സിന് ഇന്ത്യയുടെ പാസ്പോർട്ട് എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഫയുടെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഈ OCI പോപ്പുലേഷൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ ഇന്ത്യയുടെ ഫുട്ബോൾ പ്ലേയേഴ്സാക്കി മാറ്റാനുള്ള പ്രൊവിഷൻ ഇല്ല. പക്ഷേ അത് ഗവൺമെൻറ്റൊക്കെ വിചാരിച്ചാൽ ആ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു സജഷനായിട്ട് നീ പറയുന്നുണ്ട്. അങ്ങനെ 4-5 കാര്യങ്ങളാണ് ഫുട്ബോളിൻ്റെ പ്രോഗ്രസ്, ഇന്ത്യയിൽ കുറച്ചുകൂടെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്ക്. വായിച്ച എല്ലാവർക്കും മനസ്സിലാവും, സിമ്പിളാണത്. പിന്നെ ഇന്ത്യാസ് ഡിപ്ലോമസി ഈസ് മെഷേർഡ് നോട്ട് മ്യൂട്ട് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളുണ്ട്. അതും ഈ ഇന്ത്യ ആക്ച്വലി ഒരു ഗ്ലോബൽ സൂപ്പർ പവറായിട്ട് മാറിയെന്നും ഇന്ത്യയുടെ മൗനം പോലും യഥാർത്ഥത്തിലൊരു സന്ദേശമാണ് എന്നും പറഞ്ഞൊക്കെയുള്ള ഒരു ആർട്ടിക്കിളാണ്. അത് ഇന്ത്യയുടെ നയങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ അതായത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ പ്രശ്നമുണ്ടായി. ഇന്ത്യ എടുത്ത നിലപാടെന്ന് പറയുന്നത്, ഇപ്പോൾ ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധത്തിൽ ഗാസയിൽ വളരെ ഡിസ്പ്രപ്പോർഷനേറ്റായിട്ടുള്ള രീതിയിൽ അറ്റാക്സ് ഒക്കെ നടത്തുമ്പോഴും ഇന്ത്യ ഇസ്രായേലിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന UN റെസൊല്യൂഷൻസ്, UN പ്രമേയങ്ങളിൽ നിന്ന് എപ്പോഴും വിട്ടു നിൽക്കുക ചെയ്യുന്ന, ഇസ്രായേലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യൂല, പലസ്തീൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്യൂല, വിട്ടു നിൽക്കുക ചെയ്യുന്ന. പക്ഷേ അതിന് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഓഡിയൻസ്, എസ്പെഷ്യലി ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എന്നല്ല, ഗവൺമെൻറ് പഴയ പാലസ്തീൻ പോളിസിയിൽ നിന്ന് ഇന്ത്യ വ്യതിചലിക്കുന്നതിൻ്റെ ഒരു ഇതായിട്ട് കണ്ടുകൊണ്ട് അതിനെ ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് എഴുതുന്ന ഓതർ പറഞ്ഞേക്കുന്നത്, ഇന്ത്യക്ക് ഒരു ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള പ്രശ്നം ഉണ്ടായ സമയത്ത് ലോകത്തിൽ ഡെവലപ്ഡ് നേഷൻസ് പലരും അവരുടെ രാജ്യത്തിനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പം അവരുടെ രാജ്യത്തിനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അവർ ഒരു സെക്കൻഡ്, കോൾസ് വരുന്നുണ്ട്. ഹലോ, വന്നില്ലേ? ഞാൻ വിളിച്ചു നോക്കാം. ഞാൻ ഇപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യയെ ഓപ്പണായിട്ട് ഇന്ത്യയുടെ സൈഡ് ചെയ്ത ഒരു രാജ്യമുള്ളായിരുന്നു, അത് ഇസ്രായേലാണ് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, ഒരു ഡിപ്ലോമാറ്റിക് റിയാലിറ്റി. ഇന്ത്യയോട് ഭയങ്കരമായിട്ട് ശക്തമായ ബന്ധം പുലർത്തുന്ന അറബ് രാജ്യങ്ങൾ, എസ്പെഷ്യലി UAE, സൗദി അറേബ്യ, ഇതിൽ UAE ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവർ പോലും ആ സമയത്ത് പാകിസ്ഥാന് വലിയ പരിക്ക് പറ്റാതിരിക്കാൻ പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് പിടിച്ചില്ല, അവർ പാകിസ്ഥാന് വലിയ പരിക്ക് പറ്റാതെ നോക്കുകയാണ് ചെയ്തത്. കാര്യം പാകിസ്ഥാന് ഇത് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് സൗദി അറേബ്യയൊക്കെ യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ ആശ്വസിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇന്ത്യയെ ക്രിട്ടിസൈസ് ഒന്നും ചെയ്തില്ല. പക്ഷേ ഇന്ത്യയുടെ ഓപ്പൺ ആയിട്ടുള്ള നിലപാടെടുത്തത് ഇസ്രായേൽ മാത്രമായിരുന്നു. ആ ഒരു റിയാലിറ്റി കണ്ടുകൊണ്ട് മാത്രമേ ഇത്തരം പ്രശ്നങ്ങളിൽ, ഇപ്പോൾ ഇറാനും ഇസ്രായേലും പ്രശ്നം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഇസ്രായേലും ഹമാസും പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് പിന്നീട് നിലപാടെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു ഗ്ലോബൽ പവറായിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രോഗ്രസ്, മുന്നോട്ടുള്ള പ്രോഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ മാത്രമേ ഗവൺമെൻറ് എടുക്കാൻ പറ്റുള്ളൂ. അതിന് അനുസരിച്ചുള്ള നിലപാടുകളാണ് ഗവൺമെൻറ് എടുക്കുന്നതെന്നും, ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിലും യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു എന്താ പറയുന്നത്, ഒരു മിഡിൽ പാത്താണ് എടുത്തത്. രണ്ട് രാജ്യത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യാത്ത ഒരു
പാത്താണ് എടുത്തത്. രണ്ടുപേരെടുത്തും നമ്മൾ റിസ്ട്രെയിൻ കാണിക്കണം, പീസ് അല്ലെങ്കിൽ ഡിപ്ലോമസി കൂടെ ഇത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ള ഒരു നിലപാടാണ് എടുത്തത്. അവിടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇസ്രായേലിന് ഒരിക്കലും നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇന്ത്യക്ക് സന്നിഗ്ധാവസ്ഥയിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യയുടെ സൈഡ് പറഞ്ഞ ഒരു രാജ്യം, ഒറ്റ രാജ്യമുള്ളൂ, വേറെ ഒരു രാജ്യം ഇന്ത്യക്ക് ഓപ്പൺ സൈഡ് പറഞ്ഞില്ല. പല രാജ്യങ്ങളും മനസ്സുകൊണ്ട് സപ്പോർട്ടായിരുന്നായിരിക്കും, പക്ഷേ ഒരു ഓപ്പണായിട്ട് ഒരു സൈഡ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ ആർട്ടിക്കിളിൻ്റെ അത് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇസ്രായേലിൽ നിന്ന് പിണക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡെന്നും ഈ ഗ്ലോബൽ ഇതുപോലുള്ള ഇഷ്യൂസിൽ എടുക്കാൻ പറ്റാത്തതെന്നും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നീട് ട്യൂബർക്ലോസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളുണ്ട്. പെട്ടെന്ന് ഞാനത് വായിച്ച് നോക്കാൻ കാരണം ഇന്ത്യ ട്യൂബർക്ലോസിസ് ഫ്രീ ആയിട്ട് 2025 മാറുന്നൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളായിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷേ വായിച്ച് നോക്കിയാൽ അതല്ല. US ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ മെയിൻലി US ബന്ധപ്പെട്ട US TB ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്, നമ്മളുടേതല്ല. അതുകൊണ്ട് അത് വായിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ ബീഹാറിലെ ഇലക്ട്രൽ റോൾ റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളുണ്ട്. അതും നമ്മൾ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളായിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അത് വായിച്ച് നോക്കുക. ഇത് ഞാൻ ഈ ഇടയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റോറിയലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് വലുതാക്കി എഴുതിയേക്കുന്നേ ഉള്ളൂ, അതിനപ്പുറം ഇല്ല. ഓക്കെ, അത് വായിച്ച് നോക്കുക. ഇനി കണ്ടോ, തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ വീണ്ടും ഫയർ വർക്ക്സ് ഫാക്ടറിയിൽ അപകടം ഉണ്ടായി, ഒരാൾ മരിക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു 7-8 പേര് മരിച്ചു, അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ ഒരു എഡിറ്റോറിയലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വിരുദുനഗറിലാണ് ഏറ്റവും കൂടുതൽ ഫയർ വർക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. പിന്നെ മൺസൂൺ സെഷൻ പാർലമെൻറ്റിന് ജൂലൈ 21 സ്റ്റാർട്ട് ചെയ്യും. മൺസൂൺ സെഷൻ അതിൽ കാശ്മീരിന് സ്റ്റേറ്റ്ഹുഡ് തിരികെ കൊടുക്കും എന്ന് കാശ്മീരിൻ്റെ ഭരിക്കുന്ന പാർട്ടിയെ നാഷണൽ കോൺഫറൻസ് പ്രതീക്ഷ പ്രകടിപ്പിച്ചേക്കാണ്. കാശ്മീർ ഇപ്പോൾ യൂണിയൻ ടെറിട്ടറി ആണെന്ന് അറിയാം നിങ്ങൾക്ക്. കാശ്മീരിന് സ്റ്റേറ്റ്ഹുഡ്, കാശ്മീരിന് സംസ്ഥാന പദവി ഈ വർഷം സെപ്റ്റംബറോടുകൂടി കൊടുക്കണമെന്നാണ് സെൻട്രൽ ഗവൺമെൻറ് സുപ്രീം കോടതി കൊടുത്തേക്കുന്ന ഡയറക്ഷൻ. ഓക്കെ, പിന്നെ ദലൈലാമയുടെ 90th ബർത്ത്ഡേ ആയിരുന്നു. ഇപ്പം ദലൈലാമ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ദലൈലാമ ടിബറ്റൻ സ്പിരിച്വൽ ലീഡറാണ്. പക്ഷേ ഇന്ത്യയിലാണ്, ചൈനയുടെ ഭരണകൂടത്തെ പേടിച്ചിട്ട് താമസിക്കുന്നത്. ഇന്ത്യയിലെ ധർമ്മശാലയിലാണ്. ധർമ്മശാല ഈസ് ഇൻ ഹിമാചൽ പ്രദേശ്. ആൻഡ് യു ക്യാൻ ഓൾസോ സീ ഫോട്ടോസ് ഓഫ് യൂണിയൻ മിനിസ്റ്റർ കിരൺ റിജിജു. ഹീ ഈസ് ദ മിനിസ്റ്റർ ഫോർ മൈനോറിറ്റി അഫയേഴ്സ് ഇൻ ഇന്ത്യ. അതുപോലെ രാജീവ് രഞ്ജൻ, അദ്ദേഹം എനിക്കൊന്ന് ക്യാബിനറ്റ് മിനിസ്റ്റർ ഒന്നല്ലെന്ന് തോന്നുന്നു. അപ്പോൾ കിരൺ റിജിജു ഇന്ത്യയുടെ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്ററാണ്. അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റും കൂടെയാണ്. അപ്പം അദ്ദേഹം ഇന്നലെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൈനോറിറ്റീസ് പാനൽ വിത്തൗട്ട് ചെയർപേഴ്സൺ സിൻസ് ഏപ്രിൽ എന്നൊരു ന്യൂസ് കാണാം. മൈനോറിറ്റി പാനൽ എന്ന് പറഞ്ഞാൽ NCM ആണ്. ഇന്ത്യയിൽ കുറേ ഇതുപോലുള്ള സംഭവങ്ങൾ. NCM നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, NCW നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, PCR നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, NCST നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, NCSC നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, പിന്നെ NCBC നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. അപ്പോൾ NCM നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി, NCW നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, NCPCR നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, NCST നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, NCSC നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, NCBC നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. ഇക്ബാൽ സിംഗ് ലാൽപുരെ ആയിരുന്നു നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിൻ്റെ ചെയർപേഴ്സൺ. അത് എഴുതേണ്ട കാര്യം, അദ്ദേഹം മാറിയിട്ട് കുറച്ച് നാളായി. ഇതുവരെയും ഗവൺമെൻറ് പിന്നീട് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസിന് പുതിയ ചെയർപേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല എന്നൊരു ന്യൂസാണ് ആ കിടക്കുന്നത്. പിന്നെ ഇന്ത്യയിലെ കോപ്പറേഷൻ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ 4ാം വാർഷികം പ്രമാണിച്ച് ഗുജറാത്തിൽ നടന്ന ചില പരിപാടികളെക്കുറിച്ച് ആണ് ഈ ന്യൂസ്. ഇന്ത്യയുടെ കോപ്പറേഷൻ മിനിസ്റ്റർ അമിത് ഷായാണ്. ഹോം മിനിസ്ട്രിക്കൊപ്പം അതും ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കോപ്പറേഷൻ മിനിസ്ട്രി എന്ന് പറഞ്ഞ മിനിസ്ട്രി മുമ്പ് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അത് കോപ്പറേഷൻ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത്. അത് 4 വർഷമായതുള്ളൂ ഇന്ത്യയിൽ കോപ്പറേഷൻ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തിട്ട്. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ കോപ്പറേഷൻ യൂണിവേഴ്സിറ്റി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോപ്പറേഷൻ യൂണിവേഴ്സിറ്റി അതും ഗുജറാത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്കൊന്ന് ആനന്ദിലാണെന്ന് തോന്നുന്നു. ആനന്ദിലാണ് അമുൽ. അവിടെ അമുലാണ് ഒരു കോപ്പറേറ്റീവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് പറഞ്ഞാണ് അമുൽ. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ഈസ് അമുൽ. അമുൽ ഈസ് ദ one of the biggest cooperatives in India. And I think India's first cooperation university was started in
ആനന്ദ്, എന്തായാലും ഗുജറാത്തിൽ ആനന്ദിലാണ്, ചെക്ക് ചെയ്തോളണം. ത്രിഭുവൻ ദാസ് യൂണിവേഴ്സിറ്റി എന്നാണ് പേര്. എന്താണ്? ത്രിഭുവൻ ദാസ് യൂണിവേഴ്സിറ്റി. ഞാൻ ഇന്നലെയാണത്, ആ ഒരു ന്യൂസ് ഇന്നലെ ഹിന്ദുവിലുണ്ടായിരുന്നു. ത്രിഭുവൻ ദാസ്. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും ഈക്വൽ ആയിട്ടുള്ള 4ാമത്തെ രാജ്യമായിട്ട് വേൾഡ് ബാങ്ക് തെരഞ്ഞെടുത്തു. വേൾഡ് ബാങ്കിന്റെ ജിനി ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ട്. ജിനി ഇൻഡെക്സ് ഇത് ആരുടെ ഇൻഡെക്സ് ആണ്? വേൾഡ് ബാങ്കിന്റെ ഇൻഡെക്സ് ആണ്. ഇതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ഇക്വാലിറ്റി ഉള്ള, അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും ഈക്വൽ ആയിട്ടുള്ള 4ാമത്തെ രാജ്യം. ഇന്ത്യക്ക് മുന്നിൽ സ്ലൊവാക്ക് റിപ്പബ്ലിക്, സ്ലൊവേനിയ, ബെലാറൂസ്, ഇങ്ങനെ 3 രാജ്യങ്ങളേ ഉള്ളൂ. സ്ലൊവാക്ക് റിപ്പബ്ലിക്, സ്ലൊവേനിയ ആൻഡ് ബെലാറൂസ്. ഈ 3 രാജ്യങ്ങൾ കഴിഞ്ഞാൽ ലോകത്തിൽ 4ാമത്തെ ഏറ്റവും ഈക്വൽ ആയിട്ടുള്ള സമത്വമുള്ള രാജ്യം ഇന്ത്യയാണെന്ന. പോവർട്ടി റിഡക്ഷൻ, അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഈ പറഞ്ഞ ആയുഷ്മാൻ ഭാരത് പോലുള്ള സ്കീമുകൾ, പിന്നെ ആധാർ കാർഡുകൾ 142 കോടി ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അതുവഴി ഇന്ത്യയുടെ ഈ വെൽഫെയർ മെഷേഴ്സൊക്കെ ഡയറക്റ്റ്ലി ആൾക്കാരെ കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വഴി റേഷൻ കാർഡ് കടകൾ വഴി 0 പൈസ വാങ്ങിക്കൊണ്ട് പിന്നെ എല്ലാവർക്കും ഫ്രീ ഗ്രെയിൻസ് കൊടുക്കാൻ തുടങ്ങി. അതൊക്കെ ഇന്ത്യയിലെ പോവർട്ടി റേറ്റ് എക്സ്ട്രീം പോവർട്ടി റേറ്റ് 2.36% ആയിട്ട് കുറച്ചു. മുമ്പത് 16% ആയിരുന്നു, അവിടെ നിന്ന് 2.36% ആയിട്ട് കുറച്ചു 2023 കൂടി. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേൾഡ് ബാങ്കിൻ്റെ ഇൻഇക്വാലിറ്റി ഇൻഡെക്സ് ആയ ജിനി ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 4th ആണ്. അതായത് ലോകത്തെ ഇൻഇക്വാലിറ്റി ഏറ്റവും കുറഞ്ഞ രാജ്യം. ഇന്ത്യക്കാർ ഇൻഇക്വാലിറ്റി കൂടുതലാണ്. US 41 അവരുടെ സ്കോറെന്ന് ഞാൻ പറയുന്നത്. ചൈനയിലും ഇന്ത്യക്കാർ ഇൻഇക്വാലിറ്റി കൂടുതലാണ്. 0 എന്ന് പറഞ്ഞൊരു സ്കോർ വന്നാലാണ് ഇൻഇക്വാലിറ്റി ഇല്ല ആ രാജ്യത്തുനിന്നാണ്. 25.5 ആണ് ഇന്ത്യയുടെ സ്കോർ. അമേരിക്ക, അതായത് 25.5 എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഇൻഇക്വാലിറ്റി കുറവുള്ള രാജ്യങ്ങളെ കൂട്ടത്തിലാണ്. അപ്പോൾ അത് അമേരിക്കയിൽ 41.6. ഈ സ്കോർ കൂടി വരുന്നവർ അവിടെ ഇൻഇക്വാലിറ്റി കൂടുതലെന്നാണ്. ചൈനയിൽ 35.5 ആണ്. 100 വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഇക്വാലിറ്റി മാത്രമേ ഉള്ളെന്നാണ്. 0 വന്നു കഴിഞ്ഞാൽ ഇൻഇക്വാലിറ്റി ഇല്ലെന്നാണ്. ഇന്ത്യ 0ക്ക് അടുത്തല്ല 25 എന്ന് പറഞ്ഞാൽ, എന്തായാലും 0ക്ക് അടുത്തേക്ക് ഇനി ഉടനെ വരുമെന്നാണ് പറയുന്നത്. 0 എന്ന് പറഞ്ഞാൽ അറ്റൈൻ ചെയ്യാൻ പാടെന്നല്ല പറ്റൂല. പിന്നെ ഇതെല്ലാം പൊളിറ്റിക്കൽ ന്യൂസാണ്, അത് നമുക്ക് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ അദാനി എൻ്റർപ്രൈസസ് അനൗൺസസ് ന്യൂ NCD. NCD എന്താണെന്ന് പഠിച്ചു വെച്ചോട്ടെ. NCD മീൻസ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. NCD എന്താണ്? നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഡിബഞ്ചർ എന്ന് പറയുന്നത് കടപ്പത്രങ്ങളാണ്. കടപ്പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്പനികൾ അവരുടെ ഇടയ്ക്കിടയ്ക്ക് ഇത്ര രൂപയ്ക്കെന്ന് പറഞ്ഞാൽ കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യും. കടപ്പത്രങ്ങളുടെ പ്രത്യേകത ഷെയറുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഷെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്പനിയുടെ ഓണർഷിപ്പാണ് കിട്ടുന്നത്. കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആകുമ്പോൾ നമ്മൾ ആ കമ്പനിയുടെ ഓണറായി മാറുക. അതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റിൻ്റെ വിഹിതം ആയിരിക്കും നമുക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടുന്ന ലാഭം. പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ ഡിവിഡൻഡ്. പക്ഷേ അതേസമയത്ത് കടപ്പത്രം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളത് കടം മേടിക്കുക. ഒരാൾ നമ്മളിത് കടം മേടിച്ചെന്ന് പറഞ്ഞാൽ അയാൾ ആ കമ്പനിയുടെ ഓണർ നമ്മളാവത്തില്ലല്ലോ. അതൊരു കടം കൊടുക്കലാണ് നമ്മൾ. അപ്പോൾ അതിൽ നമുക്ക് കടം മേടിച്ച ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ NCDയിൽ കിട്ടുന്നത്, നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ വ്യത്യാസം, ഈ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിനെ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പിന്നെ പറ്റത്തുമില്ല. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്, അതാണെങ്കിൽ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ NCD മീൻസ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. പിന്നെ NMC, ഇന്ത്യയുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ റെഗുലേറ്റ് ചെയ്ത സംവിധാനമാണ് NMC. ഇന്ത്യയുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ റെഗുലേറ്ററാണ് NMC, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. ഇന്ത്യയുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ റെഗുലേറ്റർ NMC, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. ഇന്ത്യയിൽ ഇപ്പോഴത്തെ ബഡ്ജറ്റ് പറഞ്ഞനുസരിച്ച് ഈ വർഷം പുതുതായിട്ട് 75,000 മെഡിക്കൽ സീറ്റുകൾ ഉണ്ടാക്കുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. ഇന്ത്യയിൽ പുതുതായിട്ട് 75,000 മെഡിക്കൽ സീറ്റുകൾ, 75,000 മെഡിക്കൽ സീറ്റ്സ്. ഇതൊക്കെ ഞാൻ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഡിസ്കസ് ചെയ്താൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ബഡ്ജറ്റ് കിടപ്പുണ്ട് ഈ വർഷത്തെ. അത് ഇപ്പോൾ ഫെബ്രുവരിയിൽ അത് ഡിസ്കസ് ചെയ്തത്. പിന്നെ ഇത് ആക്ച്വലി ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്, ഇത് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. ഗ്രേറ്റ് നിക്കോബാർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് 72,000 crore ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൽ വലിയാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൽ നിക്കോബാറിൽ ഗ്രേറ്റ് നിക്കോബാർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്. 72,000 crore. അതിൽ പോർട്ട് വരുന്നുണ്ട്, എയർപോർട്ട് വരുന്നുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ടൂറിസം ഡെവലപ്പ് ചെയ്യാനും എല്ലാത്തിനോട് ചേർത്താണ്. അപ്പോൾ അത് ആ മൊത്തം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ അത് 72,000 crore ഒരു പ്രോജക്റ്റാണ്. അത് പക്ഷേ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കുറച്ച് വിവാദമൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത പേജ് പോകുമ്പോൾ മണി വൈസ് പേജ് നമുക്ക് വേണ്ട. ബിസിനസ് പേജ് സാധാരണ മൺഡേയിൽ കാണാറില്ല. പിന്നെ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ വേൾഡ് പേജിൽ ഇസ്രായേൽ ഗാസയിൽ നടക്കുന്ന അറ്റാക്സ് എല്ലാ ദിവസത്തെയും പോലെ തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ US ചില രാജ്യങ്ങൾക്കെതിരെയൊക്കെ താരിഫ്സ് ഏർപ്പെടുത്താൻ പോകുന്നത്. അത് ഓൾറെഡി ഒരു താരിഫ് ടാക്സസ് ഏർപ്പെടുത്തിയിരുന്നതാണ്. അത് ജൂലൈ 8 വരെ അവർ നിർത്തിവെച്ചേക്കുകയാണ്. അത് ഓഗസ്റ്റ് തൊട്ട് വീണ്ടും നിലവിൽ വരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യ അതിനു മുമ്പായിട്ട് US ആയിട്ടൊരു ബയലാറ്ററൽ ട്രേഡ് അഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇന്ത്യ മിക്കവാറും അതിൽ നിന്ന് രക്ഷപ്പെടും. പിന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വീണ്ടും വലിയ വിജയങ്ങൾ നേടിയതായിട്ട് റഷ്യ അവകാശപ്പെടുന്നു. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നൊക്കെ ഇന്നലെ ബ്രിക്സ് സമ്മിറ്റിലെ ചൈനീസ് പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും പങ്കെടുത്തില്ല. പകരം അവിടുത്തെ പ്രൈം മിനിസ്റ്റേഴ്സാണ് പങ്കെടുത്ത. റഷ്യൻ പ്രസിഡന്റ് പങ്കെടുക്കാത്ത എന്താണെന്ന് അറിയാമോ? ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ICCയുടെ അറസ്റ്റ് വാറണ്ട് ഉണ്ട് ഈ വ്ളാഡിമിർ പുടിന് അഗേൻസ്റ്റ് ആയിട്ട്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ICCയുടെ അറസ്റ്റ് വാറണ്ട് എന്തിനാ? യുക്രൈനിൽ നടത്തിയ വാർ ക്രൈംസിൻ്റെ പേരിൽ വ്ളാഡിമിർ പുടിനെ വാർ ക്രിമിനലായിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് നെതർലാൻഡ്സിലെ ഹേഗ് ഹെഡ് ക്വാർട്ടേഡ് ആയിട്ടുള്ള നെതർലാൻഡ്സിലെ ഹേഗ് ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഏതിൻ്റെ? ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ. അപ്പോൾ നെതർലാൻഡ്സിലെ ഹേഗ് ഹെഡ് ക്വാർട്ടേഡ് ആയിട്ടുള്ള ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പുടിനെ എന്തായിട്ട് ഡിക്ലെയർ ചെയ്തത്? വാർ ക്രിമിനലായിട്ട്. അപ്പോൾ വാർ ക്രിമിനൽ ആയതുകൊണ്ട് അദ്ദേഹം ബ്രസീലിലേക്ക് പോയി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യണമെന്നാണ് നിയമം. അതുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാത്തത്. സി ജിൻപിങ്ങിൻ്റെ ചൈനീസ് പ്രസിഡന്റിൻ്റെ കാര്യം പറഞ്ഞത് അദ്ദേഹം വലിയ എന്തോ അസുഖത്തിന് അടിപ്പെട്ടിരിക്കുകയാണെന്ന്. അദ്ദേഹം ഇപ്പം മീഡിയാസിലൊന്നും പ്രത്യക്ഷപ്പെടുന്നില്ല. ചൈനയുടെ പ്രസിഡന്റ് ചൈനയിൽ നടക്കുന്ന എന്താണെന്നൊന്നും എല്ലാവർക്കും അറിയാൻ പറ്റില്ല. അവിടുത്തെ മീഡിയ ന്യൂസൊന്നും അങ്ങനെ അവർ അഡ്വേഴ്സ് ന്യൂസൊന്നും പുറത്തു വിടാറില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ സ്പെക്കുലേഷനാണ്. ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്തോ വലിയ അസുഖത്തിലാണെന്നും അദ്ദേഹം അതുകൊണ്ട് ഇപ്പോൾ മീഡിയയിലൊന്നും പ്രത്യക്ഷപ്പെടുന്നില്ലെന്നൊക്കെ പറയുന്നത്. അതായിരിക്കും കാര്യം ബ്രിക്സിൻ്റെ സമ്മിറ്റിൽ അദ്ദേഹം പങ്കെടുക്കാൻ വന്നില്ല. പിന്നെ അമേരിക്കയിൽ പുതിയ പൊളിറ്റിക്കൽ പാർട്ടി പ്രഖ്യാപിച്ചു, എലോൺ മസ്ക്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എലോൺ മസ്കിൻ്റെ പുതിയ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് അമേരിക്ക പാർട്ടി എന്നാണ്. ഇങ്ങനെ എന്തോ ആണ്, ഇവിടെ ഉണ്ട് അമേരിക്ക പാർട്ടി അങ്ങനെ തന്നെ. ഇപ്പോൾ ഓൾറെഡി അമേരിക്കയിൽ 2 പാർട്ടിയേ ഉള്ളൂ, റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും. റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്ന ട്രംപിൻ്റെ പാർട്ടി. തൊട്ട് മുമ്പ് ജോയ് ബൈഡൻ ഭരിച്ചു, അദ്ദേഹത്തിൻ്റെ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി ആയിരുന്നു. അമേരിക്കയുടെ ഹിസ്റ്ററിലെ എല്ലാ പ്രസിഡന്റുമാരും ഒന്നുകിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നായിരുന്നു. പുതിയ പാർട്ടി അമേരിക്ക പാർട്ടി എന്ന് പറഞ്ഞ് ഇപ്പം വേൾഡിലെ നമ്പർ 1 കോടീശ്വരനെ എലോൺ മസ്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ സ്പോർട്സ് പേജിലേക്ക് വരുമ്പോൾ ഇന്ത്യ ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ക്രിക്കറ്റ് ടെസ്റ്റ് ഇപ്പോൾ എഡ്ജ്ബാസ്റ്റണിൽ നടന്ന ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ത്യ ഇന്നലെ ജയിച്ചു. അത് വലിയ കാര്യമൊന്നുമില്ല, കാര്യം ഇനിയും ടെസ്റ്റുകളുണ്ട്. ഫൈനലി ആ സീരീസ് ആര് ജയിക്കുന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ഒരു ടെസ്റ്റ് ഇംഗ്ലണ്ട്, ഒരു ടെസ്റ്റ് ഇന്ത്യയാണ് ഇപ്പോൾ ജയിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ഈ പേജ് ഫുള്ള് ആ മാച്ചിനെ കുറിച്ചാണ്, അല്ലാതെ വേറെ ഒന്നുകൂടെ പറയാനില്ല. അതിൻ്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ വിംബിൾഡനെ കുറിച്ചുള്ള ന്യൂസാണ്. വിംബിൾഡനിൽ പ്രധാനപ്പെട്ട താരങ്ങൾ പലരും മുന്നേറിക്കൊണ്ടിരിക്കുന്നു, അതിനെക്കുറിച്ചുള്ള ന്യൂസ് കാണാം. പിന്നെ ഇന്ത്യയുടെ പിന്നെ ഫോമുല 1 റേസ് എന്താണെന്ന് അറിയാത്തൊരു F1 എന്ന് പറഞ്ഞിപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ബ്രാഡ് പിറ്റിൻ്റെ. ആ സിനിമ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫോമുല 1 എന്താണെന്ന്. അപ്പോൾ ഫോമുല 1 എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഫാസ്റ്റസ്റ്റ് സ്പോർട്സ് ആണ്. അത് ലാൻഡോ നോറിസ് ആണ് ഇന്നലത്തെ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രീ വിൻ ചെയ്തത്. ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രീ എന്ന് പറയുന്ന സംഭവം ലാൻഡോ നോറിസ്, അദ്ദേഹം മക്ലാറൻ ടീമിൻ്റെ ഡ്രൈവറാണ്. മക്ലാറൻ ടീമിൻ്റെ ഡ്രൈവറായ ലാൻഡോ നോറിസ് വിൻ ചെയ്തു ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രീ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ന്യൂസ് കാണാം അവിടെ. പിന്നെ അത്രയേ ഉള്ളൂ ആ സ്പോർട്സ് പേജിൽ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ത്യ 2029 2031 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ബിഡ് ചെയ്യാൻ പോകുന്നത്. അതൊന്നും എഴുതണ്ട. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2029 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, 2031 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ ബിഡ് ചെയ്യാൻ പോകണം. 2036 ഒളിമ്പിക്സിന് അഹമ്മദാബാദ് വെന്യൂ ആയിട്ട് ഇന്ത്യ ബിഡ് ചെയ്യാൻ പോകണം ഒളിമ്പിക്സിന്. അതുപോലെ 2028 32 ഏതോ ഒരു കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യ ബിഡ് ചെയ്യാൻ പോകുന്നു. അതായത് അടുത്ത് വരുന്ന വേൾഡിലെ പ്രധാനപ്പെട്ട സ്പോർട്സ് ഇവൻറ്റ്സിന് പലതിനും, വേൾഡ് കപ്പ് ഫുട്ബോൾ അടിച്ച് ഈ ബാക്കി എല്ലാത്തിനും ഇന്ത്യ ബിഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ന്യൂസ്. അത് എഴുതിയെടുക്കാനൊന്നും വേണ്ട, അത് ഫൈനൽ ഇന്ത്യ കിട്ടിയാൽ എഴുതിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ക്ലബ് വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെ വെച്ച്? US വെച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ്. ഓക്കെ, താങ്ക് യു.